ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ശറഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നാ ഇൽമാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും തന്ന ഭാഗ്യം നാം മുസ്ലിമായി എന്നതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ നമ്മുടെ കൺമുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറാതെ നാവ് ഇടറാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യപരിഭാവനമായ നിമിഷങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടിയും അവന്റെ ദീനിനെ കുറിച്ച് അറിയുവാനും അത് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമെന്ന നല്ല ഉദ്ദേശത്തോടെ വന്ന നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഉത്തമമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പിന്നെന്താ പറയാ പ്രിയപ്പെട്ടവരെ, ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഒരു വലിയൊരു ഭാഗ്യാണ് അല്ലെ നമ്മൾ ഇത്തരം ഒരു ഗ്രൂപ്പിൽ എത്തിപ്പെട്ടു എന്നുള്ളത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവൂല. റബ്ബിന്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോണേ സമയം തന്നെ ഇല്ല. ഒന്ന് ഫോൺ എടുത്താല് നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഈ ഒരു പരിശുദ്ധമായ ദീനിനെ കുറിച്ചുള്ള ഗ്രൂപ്പുകൾ മാത്രമാണ് നമുക്ക് ഇല്ലേ. ഓരോന്നിലും അള്ളാഹു നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിനെ എങ്ങനെ നല്ല രീതിയിൽ കണ്ടുമുട്ടണം എന്നുള്ള ഒരായത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ എന്തായിരുന്നാലും ഈ ഒരു മിഷ്കാത്തില് വന്ന സമയം മുതൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഒരു നിമിഷം പോലും നമ്മൾ മറക്കാറില്ല. ഇനി അഥവാ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യത്തിൽ മറന്നു പോയാൽ തന്നെ ടീച്ചർ മിഞ്ഞാന്ന് പറഞ്ഞ പോലെ അവരൊക്കെ കൂടുതൽ വെള്ളമെടുത്ത് ഓടുന്ന ഒരു ടാങ്കിയെ പറ്റി പറഞ്ഞ പോലെ ഓരോരുത്തരും ഞാൻ മാത്രല്ലേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ, ഞാനല്ലേ കടന്നുറങ്ങിയിട്ടുള്ളൂ, അവരൊക്കെ ചെയ്തിട്ടില്ലേ, അവരൊക്കെ പോണ്ടേ, അവർക്കൊക്കെ കിട്ടൂലേ ജന്നാത്തുൽ ഫിർദൗസ്. നമുക്ക് അവരുടെ കൂടെ നിങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പൊ ആ നിങ്ങളുടെ കൂടെ പ്രവാചകന്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പിന്നെ മരണമില്ലാത്ത ലോകത്ത്, വ്യസനമില്ലാത്ത ലോകത്ത്, ദുഃഖങ്ങളില്ലാത്ത ലോകത്ത്, വേദനകളില്ലാത്ത ആ ഒരു ലോകത്തേക്ക് പോകണമെങ്കിൽ തീർച്ചയായും നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും സഹായം കൊണ്ടും ഈ ഒരു പരിശുദ്ധമായ പാതയിലൂടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് എത്രയാണോ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന് പറയാൻ പറ്റൂല, അത്രയേറെ നല്ല കൂട്ടുകാരെ തന്നു. ആദ്യം ഞാനൊരു കഥ പറയാം. പിന്നെ രണ്ടാളുകൾ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ആ സഞ്ചരിക്കുന്ന സമയത്ത് വനത്തിലെത്തപ്പെടുകയാണ്. അപ്പൊ ഒരു കരടിനെ കാണാണ് അവര്. കരടി അവരുടെ നേരെ വരുന്നത്. അപ്പൊ അവര് രണ്ടുപേരും എന്ത് ചെയ്തു, ഒരാൾ വേഗം രക്ഷപ്പെട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. മറ്റേ ആൾ എന്ത് ചെയ്തു, അവനോട് പിടിക്കാൻ പറഞ്ഞു. പക്ഷെ അവന് പിടിക്കണില്ല, വേഗം സ്വന്തം കാര്യം നോക്കി കയറി പോയി. അങ്ങനെ ഈ രണ്ടാമത് നിലത്തുള്ള ആൾ എന്ത് ചെയ്തു, കരടി വരുന്നതിന് മുമ്പായിട്ട് അവിടെ കടക്കുകയും ശ്വാസമില്ലാതെ അവിടെ കടന്ന സമയത്ത് ആ കരടി ഇവരുടെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ഈ കരടി ഇവരുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് ഇങ്ങനെ മണത്ത് നോക്കി. അപ്പൊ ഇവര് ശ്വാസമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ആ കരടി ഒരുപാട് നേരം ഇങ്ങനെ മണത്ത് നോക്കി, ചെവിയിലും മൂക്കിലും ഒക്കെ ഒന്ന് നോക്കി ആ കരടി തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ കരടി തിരിച്ചു പോയ ശേഷം പിന്നെ ഈ മരത്തിന് മുകളിലിരുന്ന ആ ഒരു ഇവന്റെ സുഹൃത്ത് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എന്താണ് ആ കരടി നിന്റെ ചെവിയിൽ പറഞ്ഞു തന്നത് എന്ന്. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ ഏറ്റവും വിശ്വസ്തനായ, നമ്മളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കുന്ന, അങ്ങനെയുള്ള ആപത് ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു സുഹൃത്തുമായി
നീ ജീവിക്കണം എന്നാണ് ആ കരടി പറഞ്ഞു തന്നത് എന്ന് അദ്ദേഹം പറയാണ്. സത്യത്തില് അതങ്ങനെ ഒരു കഥയൊന്നുമില്ല, അതൊരു കഥ മാത്രമാണ്, ഒരു ഭാവനയിലൊരു കഥ മാത്രമാണ്. അത് വേറൊരു രീതിയിലാണ്, ഞാൻ എൻ്റെ രീതിയിൽ അതാക്കി മാറ്റി എന്ന് മാത്രം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയല്ലേ? നമുക്ക് നമ്മുടെ വീട്ടുകാരിൽ നിന്നോ അതിനെല്ലാം നമുക്കൊരു പരിധിയുണ്ട്. നമ്മൾ പറയുന്നതിനും പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ നമുക്കൊരു പരിധി ഉണ്ടാവും. അതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് കിട്ടിയ ദീനീപരമായ അറിവുകൾ, നമ്മൾ അവര് പോലും അറിയാത്ത ഒരുപാട് ഉസ്താദന്മാര്, ഒരുപാട് ടീച്ചർമാര്, ഒരുപാട് പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, എപ്പോ വിളിച്ചാലും എന്ത് സഹായം ചോദിച്ചാലും എങ്ങനെയാണെങ്കിലും അവര് നമുക്ക് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. സത്യം പറഞ്ഞാല് ഞാൻ ഇന്ന് ഈ റമദാനായിട്ട് ക്ലാസ് എടുക്കണില്ല. കാരണം ക്ലാസ് എടുക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. അത് ഒരുപാട് അറിവുള്ളവര് മിഷ്കാത്തിൽ ഉണ്ടായിട്ടും അവര് സംസാരിക്കാതിരിക്കുമ്പോൾ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന കഴിവ് എന്ന് പറഞ്ഞാല് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അറിയും എന്നത് മാത്രമാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ വിചാരിച്ചു, റംസാനില് നസീർത്ത് ഒരു ദിവസം പറഞ്ഞ പോലെ ഒരുപാട് കേൾക്കുന്നതിനേക്കാളൊക്കെ അപ്പുറം തന്റെ ഇബാദത്തിൽ കൊണ്ടുവരണം. എനിക്കൊന്ന് നന്നാവണം. എനിക്ക് എന്റെ ആ റബ്ബിനെ ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടത്തോടെ കണ്ടുമുട്ടണം. അപ്പൊ എനിക്ക് അതിനൊരുപാട് അമലു സാലിഹാത്തുകൾ ചെയ്യണം. അപ്പൊ അതിനി ഞാൻ പറയുന്നതിനേക്കാളേറെ എനിക്ക് വലിയ അറിവൊന്നുമില്ലല്ലോ. അപ്പൊ അറിവുള്ളവര് പറയുന്നത് കേട്ട് ഇരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മുന്തസ്ത ഒരുപാട് ഗ്രൂപ്പിലുള്ള ടീച്ചർമാർക്ക് പുറമെ ഒരുപാട് മക്കള് കൂടുതൽ ഇൽമിനെ പറ്റി അറിവിനെ പറ്റിയൊക്കെ അവർക്ക് അറിയാം. ഒരുപാട് കൂടുതൽ ഭൗതികപരമായും പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ അവർക്ക് പരിശുദ്ധ ഖുർആനും സുന്നത്തും ഒക്കെ അവർക്ക് പറയാനും ഒക്കെ കഴിയണ നല്ല മക്കളുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മുന്തസ്താക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. ആ ഒരു ബുദ്ധി, ആ ഒരു ചിന്ത ആ ബുദ്ധിയിൽ ഉണ്ടാവുകൊണ്ടല്ലേ ഇത്തരം സാഹചര്യങ്ങളിലും അവര് ഇങ്ങനെ ഒരു കാര്യം മുന്തസ്താന്റെ ഹൃദയത്തിൽ വരികയും അത് 100% വിജയിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് അവരോടൊപ്പം നിന്ന് പഠിക്കാനും കേൾക്കാനും എനിക്കും എന്റെ റബ്ബ് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത്. അത് അല്ലാഹു സുബ്ഹാനഹു തആല അതും എനിക്ക് സാധിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറയാൻ വിചാരിച്ചിരുന്നില്ല. അപ്പൊ റഷീദ മെസ്സേജ് അയച്ചപ്പോ എന്നോട് പറഞ്ഞു, ഹസീന ടീച്ചർ പറഞ്ഞിരിക്കണു സെലിന്റെ അടുത്തും പറയാനേ എന്ന്. കാരണം ഞാൻ ഈ ഹസീന ടീച്ചറെ കണ്ടുമുട്ടിയത് മുതല് ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് നോ പറഞ്ഞിട്ടില്ല. എത്ര വലിയ, എനിക്കും അത് പറയുമ്പോ അറിയാം അത് ടീച്ചറെ കൊണ്ട് സാധിക്കൂല. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം തന്നെ ആയാലും എത്രയാണെങ്കിലും എത്രയോ വലിയ കാര്യം ഞാൻ പറഞ്ഞാലും അത് നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ എങ്ങനെയാ പറയാ, ഒന്നും പറയണില്ല എന്ന്. എന്റെ ചിന്തകൾ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഞാൻ ഇതാണ് ചിന്തിച്ചത്, ഞാൻ കേൾക്കണം, ഒരുപാട് കേൾക്കണം. മറ്റുള്ളവർ പറയുന്നത് ഒന്നും പറയുന്നില്ല, കുറച്ചും കൂടെ ഒക്കെ അറിവ് വന്നിട്ട് പറയാം എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ എന്റെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവിന്റെ ഖദർ പോലും മാറ്റിമറിക്കുന്നതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ടായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അള്ളാഹുവേ ദീനിന്റെ പേരിലുള്ള സൽകീർത്തി നീ വർദ്ധിപ്പിച്ചു തരണേ. അതാദ്യമായി പ്രാർത്ഥിക്കുമ്പോഴൊന്നും എന്ത് സൽകീർത്തി എന്ന് പോലും എനിക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷെ സുബ്ഹാനല്ലാഹ്, ഈ അറിവില്ലായ്മയിൽ നിന്നും എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല മിഷ്കാത്തിൽ ഇന്നലെ എന്നെ പറ്റി ഒരു പോസ്റ്റർ ഞാൻ പള്ളിയിൽ ഇരുന്നപ്പോഴാണ് കാണുന്നത്. സെലീന മണ്ണാർക്കാട് എന്ന് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, എനിക്ക് സത്യം പറഞ്ഞ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയായില്ല. കാരണം അതിനുള്ള ഒരു അർഹതയും ഇല്ലാഞ്ഞിട്ടും എന്റെ റബ്ബ് എന്നെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചില്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരമകാരുണ്യകനും കരുണാനിധിയും ഈ ലോകങ്ങളുടെ രക്ഷിതാവുമായ അള്ളാഹു നമ്മൾ പറയുന്നതിനെല്ലാം സാക്ഷിയാണ്. അവന്റെ മലക്കുകൾ ആകാശം മുട്ടേ 14 ജില്ലകളിലും ഇരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ആകാശം മുട്ടേ അവന്റെ മലക്കുകൾ നമ്മളെ പറ്റി ആകാശ ലോകത്ത് ചെന്ന് റബ്ബിനെ അറിയാഞ്ഞിട്ടല്ല എങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇന്ന വ്യക്തികൾ നിന്നെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നിന്റെ
ദീനിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടും അത് കേൾക്കാൻ വേണ്ടിയിട്ടും അവിടെ സന്നിധരായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മലക്കുകൾ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇബിയായ കാര്യത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് തീർച്ചയായും ഈ അവസരത്തിൽ ഓരോരുത്തരുടെയും ആദമിന്റെ സന്തതികളെ അവൻ ആദരിച്ചിരിക്കുന്നു അല്ലേ? റബ്ബ് സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട് അല്ലെ, മലക്കുകളോട് പറയുന്നുണ്ട് ഈ വസ്തുക്കളുടെയൊക്കെ പേര് പറയാന്. ആ സമയത്ത് മലക്കുകൾ അത്യുന്നതന്മാരാണ്, എന്നിട്ട് പോലും അവർക്ക് പോലും അറിയിച്ചു കൊടുക്കാത്ത സംസാരവും ചിന്തയും വസ്തുക്കളുടെ പേരും രാജ്യങ്ങളുടെ പേരും നമുക്ക് എന്തെല്ലാം ആവശ്യമാണോ എല്ലാം ആ റബ്ബ് ആദമിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ആദം സന്തതികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ആ അള്ളാഹുവിനെ കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാം എന്നാണ്. കാരണം ആ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ നമ്മൾ ഈ പരിശുദ്ധമായ റമളാനിന്റെ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റാരെ കുറിച്ചാണ് പറയുക? അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം തന്ന് നമ്മളെ വേണ്ടത് വേണ്ടപ്പോൾ ചെയ്ത് തന്നിട്ട്, എങ്ങനെയാണോ ഗർഭപാത്രത്തിലായിരിക്കും ഒരട്ടയുടെ രൂപത്തിലുള്ള നമ്മളെ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ രൂപമാക്കി അതിന് കൈകാലുകളും അതിന് വേണ്ട എല്ലാ അവയവങ്ങളും തന്ന് അതിന് റൂഹിട്ട് അതിന്റെ ഒരു കുഞ്ഞിന് വരാനുള്ള ഒരു വഴി സംവിധാനം ഒരുക്കി ഏറ്റവും അതിമനോഹരമായി നമ്മുടെ ഈ ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹു സുബ്ഹാനഹു തആല ആധിപത്യത്തിൽ എന്ന സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് ആ രാജാതിരാജനായ റബ്ബ് നമ്മെ എന്തിനാണ് പറഞ്ഞയച്ചത്? ഏറ്റവും സുന്ദരമായി ഏറ്റവും നല്ല അമൽ ആരാണോ ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് മാലിക്കുൽ മുൽക്കായ ഖാലിഖുൽ മഖ്ലൂഖായ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അള്ളാഹു ആരാണ്? മാലിക്കുൽ മുൽക്കായ ഈ ലോകം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും, ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും, ഈ ലോകത്തിന്റെ ഘടന മുഴുവൻ മാറി മറിഞ്ഞാലും, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകമെല്ലാം നശിച്ചു കഴിഞ്ഞാലും ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് നക്ഷത്രങ്ങളില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, കടലുകളില്ല, ആറുകളില്ല, മാമലകളില്ല, മൃഗങ്ങളില്ല, മനുഷ്യരില്ല, നാഗരിതികളില്ല, ആഹ്ലാദങ്ങളില്ല, കൊട്ടിയാഘോഷങ്ങളില്ല. എല്ലാം നിശ്ചലമായി കഴിഞ്ഞാലും വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ആ രക്ഷിതാവ് അവശേഷിക്കുന്നതാണ്, ആ നാഥൻ അവശേഷിക്കുന്നതാണ്. ആ നാഥനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നാഥനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആ നാഥൻ ആരാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവന് ഉറക്കമില്ല, അവന് മയക്കമില്ല, അവന് സദാസമയവും നമുക്ക് വേണ്ട ഓരോ പ്രവർത്തനത്തിലായിരിക്കുകയാണ്. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല, അവന്റെ കുർസി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അവന്റെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അത്ര തന്നെ നമുക്ക് അവനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പറയുന്നതിനേക്കാളേറെ നമ്മളെ കാണുന്ന നക്ഷത്രങ്ങളെ, എത്ര ചെറുതായി കാണുന്ന നക്ഷത്രങ്ങൾക്കൊക്കെ എത്രയാ അതിന്റെ വലിപ്പം. ഈ സൂര്യന് തന്നെ ഇതേപോലുള്ള 15 ഭൂമിയെ ഉൾക്കൊള്ളാവുന്നതാണ് ആ സൂര്യൻ തന്നെ. അതുപോലെ തന്നെ ഒരുപാട് നക്ഷത്രങ്ങൾ എവിടേക്കോ ഉള്ള നമുക്കറിയില്ല. ലോകങ്ങളുടെ രക്ഷിതാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് ലോകം? നമ്മൾ എത്രയാണ് കണ്ടത്? ആ റബ്ബിന്റെ ആ കരങ്ങളിലൂടെ പ്രവർത്തിച്ച് എത്രയാണ് നമ്മൾ കടല് കണ്ടത്? കടലിന്റെ ആഴങ്ങൾ നമ്മൾ എത്രയാണ് മനസ്സിലാക്കാൻ പറ്റിയത്? എത്രയെത്ര സൂക്ഷ്മമായ ജീവികളെയാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് കാണാൻ കഴിയുക? നമുക്കൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത്, അവൻ മാത്രമാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മുഴുവൻ ജന്തു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്. ആ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ മാത്രമേ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. ഏതാനും സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, എവിടെയാണ് ഞങ്ങളുടെ റബ്ബ്? ഞങ്ങളുടെ രക്ഷിതാവ് അവൻ വിദൂരതയിലാണോ? ഞങ്ങൾക്ക് അവനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവനോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യസനങ്ങളും സങ്കടങ്ങളും പറയേണ്ടതുണ്ട്. അവൻ സമീപസ്ഥനാണോ രക്ഷിതാവ്? അപ്പോൾ ഞങ്ങൾക്ക് ആ രക്ഷിതാവിനോട് സ്വകാര്യം പറയേണ്ടതുണ്ട്, ഞങ്ങൾക്ക് രഹസ്യം പറയേണ്ടതുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്ന വേദനകളും വ്യസനങ്ങളും അവന്റെ മുന്നിൽ ഞങ്ങൾക്ക് കരഞ്ഞു പറയേണ്ടതുണ്ട്. ഈ ചോദ്യത്തിന് മറുപടിയായി ലോകത്തിന്റെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ നമുക്ക് പറഞ്ഞു
തരുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം നബിയെ, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, വളരെ അടുത്തുള്ളവനാണ്. വേദനിക്കുന്നവൻ വേദനയോടെ ആ വേദനയുടെ നിമിഷങ്ങളിൽ എന്നോട് തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് കേട്ടിരിക്കും. അവന്റെ ആ തേട്ടത്തിന് അവൻ മറുപടി നൽകും തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുക, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് പറയുന്നത്, നിങ്ങൾ ഏത് സങ്കടങ്ങളുണ്ടെങ്കിലും ഏത് വ്യസനങ്ങളുണ്ടെങ്കിലും മറ്റാരേക്കാളേറെ നിങ്ങൾ എന്നോട് പറയുക, നിങ്ങൾ എന്നോട് ചോദിക്കുക. നമുക്കറിയാമല്ലേ, ഞാൻ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കും, ഞാൻ ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കലുണ്ട്. എന്റെ യാസീൻ ഗ്രൂപ്പ് ഞാൻ പറയും, എന്റെ മിഷ്കാത്ത് ഞാൻ പറയും, ഞാൻ ഇരിക്കുന്ന ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളുടെയും പേര് ഞാൻ പറയും, ഞാനുമായി ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വ്യക്തികളുടെ ഞാൻ പേര് പറയും, ഒരുപാട് വേദനിക്കുന്നവരുടെ പേരുകൾ ഞാൻ പറയും. ഇതെല്ലാം അറിയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ എന്നുള്ള ഒരൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഞാൻ എന്ത് പേര് പറഞ്ഞാലും, ഇനി പേര് പറഞ്ഞ് ചിന്തയിൽ മാത്രം അവരെ കൊണ്ടുവന്നാലും എന്റെ റബ്ബിന് മാത്രമേ ആ ഒരു കാര്യത്തിന് ഉത്തരം ചെയ്യാനും അവരെ സഹായിക്കാനും എന്നെ സഹായിക്കാനും എന്റെ ദുഃഖങ്ങൾ മാറ്റിത്തരാനും എന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും അവന് മാത്രമാണ് കഴിയുക. അവന് മാത്രമാണ് തേട്ടത്തിന് മറുപടി നൽകാൻ കഴിയുക. ഒരു പക്ഷെ ആ തേട്ടത്തിന് മറുപടി കിട്ടിയില്ല എങ്കിലും, പിന്നെ ഇന്നലെ ഉസ്താദ് ക്ലാസ്സില് തറാവി കഴിഞ്ഞൊരു ഹദീസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസ്താദ് പറയുന്നുണ്ട്, എന്താ പരലോകത്ത് ചെന്ന് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചതിന്റെ പ്രതിഫലം നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയും, ഞങ്ങളും അങ്ങനെ വേദനകൾ സഹിച്ചാ മതിയായിരുന്നു എന്ന് പറയുമെന്ന്. അതുപോലെ തേട്ടങ്ങളും അങ്ങനെയാണ്. അത് കരുതി നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു ഒരു സംഭവം അങ്ങനെയാണ്. അവർ എത്രയാണോ വേദനിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ റബ്ബ് പ്രതിഫലം തരും തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളും. നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആമീൻ ആദ്യം പറയുക നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണോ, ആയിഷ എനിക്ക് മെസ്സേജ് അയച്ചു പോകുമ്പോ പറഞ്ഞു, ഒരുപാട് ആളുകളോട് ചോദിച്ചപ്പോ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു നാഥനല്ലാതെ ആർക്കാണ് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും അത് നൽകാനും കഴിയുക? ഞാൻ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്രയോ ലക്ഷങ്ങൾ വരും, എന്താ വേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സമ്പത്തിൽ വർധനവുണ്ടാവാനും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് എനിക്ക് തന്നെ ഒരുപാട് കിട്ടിയിട്ട് വേണം. അങ്ങനെ ഓരോരുത്തരും അള്ളാഹുവിന്റെ ഖജനാവ് നിറഞ്ഞത് കൊണ്ട് ആ ഒരുപാടുള്ള ഒരാൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രം നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുക. സൂറത്തുൽ കാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, മനുഷ്യനെ പടച്ചത് ഞാനാണ്, അവന്റെ ഇന്ദ്രിയങ്ങളെ പടച്ചതും ഞാനാണ്. അവന് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും പ്രവർത്തിക്കാനുള്ള കൈകളും നടക്കാനുള്ള കാലുകളും ചിന്തിക്കാനുള്ള തലച്ചോറും എല്ലാം ഇടിക്കുന്ന ഹൃദയവും പ്രവർത്തിക്കുന്ന 2 കിഡ്നികളും കരളും നൽകിയത് നാമാണ്. അവന്റെ ശരീരത്തെ വിധാനിച്ചവൻ ഞാനാണ്. അവന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് വരുന്ന മന്ത്രങ്ങളും വേദനകളും വ്യസനങ്ങളും അറിയുന്നവൻ ഞാൻ മാത്രമാണ്. അവന്റെ ഗണ്ഡനാടിയേക്കാൾ ഏറ്റവും അടുത്ത് ഞാനാണ് അവന്റെ കൂട്ടുകാരൻ എന്ന് റബ്ബ് നമ്മോട് പറയുകയാണ്. ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളോട് പറയുകയാണ്, നാട്ടുകാർക്ക് നമ്മളെ വേണ്ടാതാകും, വീട്ടുകാർക്ക് നമ്മളെ വേണ്ടാതാകും, സുഹൃത്തുക്കൾക്ക് നമ്മളെ വേണ്ടാതാകും, കുടുംബക്കാർക്ക് നമ്മളെ വേണ്ടാതാകും. ഒരു കാലത്ത് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ ആരോഗ്യം കൊണ്ട് ഓടി നടന്നിരുന്ന നമ്മളെ കേവലം ഒരു കട്ടിലിന്റെ മുകളിൽ ഒതുങ്ങിക്കഴിയുന്ന കാലഘട്ടം വന്നാൽ ഒരു മനുഷ്യനും നമ്മളെ വേണ്ടാതാവും. അങ്ങനെ ഒരു മനുഷ്യക്കോലമായി മാറിക്കഴിഞ്ഞാലും, ആരാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാലും, ആരാരും പരിഗണിക്കാത്ത ഒരവസ്ഥ വന്നു
കഴിഞ്ഞാലും അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നൊമ്പരം മനസ്സിലാക്കാൻ ഒരു പക്ഷേ കൂടെ കിടക്കുന്നവന് പോലും അറിയില്ല. ഒരു പക്ഷേ പോറ്റി വളർത്തിയ നമ്മള് സ്വന്തം മക്കൾക്കറിയില്ല, ഉറ്റ സുഹൃത്തിനറിയില്ല. എന്നാൽ ആകാശത്തിന്റെ അധിപനായ പടച്ച തമ്പുരാൻ ആ ഹൃദയത്തിന്റെ ആന്തരാംഗങ്ങളിൽ നിന്ന് റബ്ബേ എന്ന് വിളിക്കുമ്പം യാ അബ്ദി, എന്റെ അടിമേ തിരിച്ച് എന്ന് പറയുകയും അവനെ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് ആ റബ്ബിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്നവൻ അല്ലാഹുവാണ്, നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്, മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബ് നമ്മോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ അടിമക്ക് അവൻ മതിയായവനല്ലയോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണുമ്പോഴും നമുക്ക് നമ്മുടെ പിരികമൊന്ന് വടിച്ചു കഴിഞ്ഞാൽ അതുപോലെ കൃത്യമായി, അതിനപ്പുറത്തേക്ക് ഒരു രോമം പോലും നമുക്ക് വളരില്ല. കൃത്യമായി വളരെ സൂക്ഷ്മമായി എത്രയാണോ നമുക്കുണ്ടായിരുന്നത് അത്ര മാത്രമേ വരികയുള്ളൂ. അത് ആണിന് താടി മീശ, അത് അത്ര കൃത്യത്തിലേ അത് വരുള്ളൂ. എവിടൊക്കെയാണോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ആ വിരലിന് വലുപ്പം അത് അത്രയേ വരുള്ളൂ. അതൊക്കെ അള്ളാഹുവിന്റെ ഒരു ഘടനയാണ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പാണ്. അതിനപ്പുറത്തേക്ക് അത് എങ്ങനെയാണോ ഒരു മനുഷ്യന് വേണ്ടത് അതുപോലെ തന്നെയാണ്. ഒരു അട്ടയുടെ രൂപത്തിൽ നിന്ന് ഒരുപാട് കോടിക്കണക്കിന് സൂക്ഷ്മമായ ഒരു ബീജത്തിൽ നിന്ന് ഏറ്റവും ഒന്നിനെ തെരഞ്ഞെടുത്ത്, ഏറ്റവും നല്ലൊന്നിനെ തെരഞ്ഞെടുത്ത് അത് അള്ളിപ്പിടിച്ച് ഗർഭാശയത്തിലിരുന്ന് അതൊരു മനുഷ്യക്കോലമായി മാറ്റുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. ആ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാണോ ഈ ഭൂമിയിലേക്ക് വരുന്നത്? നമുക്ക് ശ്വസിക്കാനുള്ള വായു, നമ്മൾ എടുക്കാനുള്ള കൈകൾ, നമുക്ക് കുടിക്കാനുള്ള പാല്, നമുക്ക് എന്തെല്ലാം ആവശ്യമാണോ എല്ലാം ആ റബ്ബ് ഈ ഭൂമി ലോകത്ത് ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക്, ആ റബ്ബിന്, അവനെ അറിഞ്ഞ് എത്ര ശുക്ർ ചെയ്താലും പ്രിയപ്പെട്ടവരെ നമുക്ക് മതിയാവുകയില്ല. എന്നിട്ടാണ് റബ്ബ് പരിശുദ്ധ ഖുർആൻ എന്ന പരിശുദ്ധമായ അവന്റെ വചനങ്ങളിലൂടെ എത്രയോ ആയത്തുകളാണ്, എത്രയോ ദൃഷ്ടാന്തങ്ങളാണ്. മനുഷ്യരിലേക്ക് നോക്കുക, കടലിലേക്ക് നോക്കുക, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുക, നിങ്ങൾ ഓരോരോ കാര്യത്തിലേക്ക്. എന്താണ് റബ്ബിൻ്റെതല്ലാത്തത്? നമുക്ക് ഒന്നുകൊണ്ട് ഒന്നിനെ മാറ്റിമറിക്കാനല്ലാണ്ട് പുതുതായി ഒന്നിനെ സൃഷ്ടിച്ചുണ്ടാക്കാൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ വിചാരിച്ചാലും സാധ്യമാവുകയില്ല. ഇതുപോലെ ഒരായത്ത് എത്രയൊരു അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞു, സാധിക്കില്ല. അന്ന് മക്കക്കാർ അത്രയും സാഹിത്യത്തിൽ മുൻകടന്നവരായിരുന്നു. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമാണ്, ഇന്നുമുള്ള മനുഷ്യരോട് അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഇന്നും സംവദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അതുപോലെയുള്ള ഒരു യൂസുഫ് നബിയുടെ കഥാചരിത്രം നമുക്ക് വിവരിച്ചു തരാൻ ഒരു കഥാകാരനും സാധ്യമാവുകയില്ല. ദാവൂദ് നബിയെ പോലെ ഒരു പ്രവാചകനെ കാണിച്ചു തരാൻ ആർക്കും സാധ്യമാവുകയില്ല. മൂസാ നബിയെ പോലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആ മൂസാ നബിയെ കാണിച്ചു തരുവാനും, ആ മൂസാ നബി ആ ചാവുകടല് കാണിച്ചു തരാനും, ആ നൈൽ നദി ഇന്നും അവശേഷിക്കുന്നുണ്ട്, ആ ഫിർഔനിന്റെ ജഡം ഇന്നുമുണ്ട്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ത് തന്നെ കണ്ടാലും ആ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരാണോ നിങ്ങൾ? അള്ളാഹുവിന്റെ അടിമക്ക് അവൻ മതിയായവനല്ലയോ എന്ന് ആ പടച്ച റബ്ബ് തന്നെ അവന്റെ പരിശുദ്ധമായ മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോഴും നമുക്ക് അല്ലാഹു പോരെ, അവന്റെ അടിമക്ക് അല്ലാഹു പോരെ? അന്നം നൽകുന്ന, ഭക്ഷണം നൽകുന്ന, ചിന്തിക്കാനുള്ള ബുദ്ധി അവന് നൽകി ഈ ലോകത്തിന്റെ രക്ഷിതാവ് അവന് മതിയാവനല്ലയോ? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചോദിക്കുകയാണ്. 5 വക്ത് നമസ്കാരത്തിലും ഓരോ മുസ്ലിമും പാരായണം ചെയ്യുന്നുണ്ട്, അർ-റഹ്മാനുർ റഹീം എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര സമയമാണ് അർ-റഹ്മാനുർ റഹീം എന്ന് പറയുന്നത്? ആ റഹ്മാനും റഹീമുമായ ആ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആ പറയുന്ന സമയത്ത് ഞാനടക്കമുള്ള എന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പലപ്പോഴും അർ-റഹ്മാനുർ റഹീം എന്ന് പറയുമ്പോൾ ആ പരമകാരുണ്യകനായ റബ്ബിന്റെ റഹീം എന്ന പദത്തിനും റഹ്മാൻ എന്ന പദത്തിനുമുള്ള അർത്ഥവ്യാപ്തി നമ്മൾ ചിന്തിക്കാറുണ്ട്.
പറയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ്. ആ രക്ഷിതാവ് അവൻ എന്റെ വളരെ അടുത്തവനാണ്. അവൻ എല്ലാം കേൾക്കുന്നവനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്, പാപം പൊറുക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത് അവനെ വിളിക്കാൻ വേണ്ടിയാണ്, അവന് ദുആ ചെയ്യാൻ വേണ്ടിയാണ്, അവനോട് സഹായം അർത്ഥിക്കാൻ വേണ്ടിയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ പശ്ചാത്താപം അതിവിശാലമാണ്. അവന്റെ പശ്ചാത്താപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉഹദിന്റെ രണാങ്കണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ വന്ന വല്ലാത്തൊരു ഹൃദയഭേദകമായ സംഭവം ഉണ്ടല്ലേ? ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ മുസ്ലിമും അങ്ങേയറ്റം വേദനയോടുകൂടെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു പിളർന്ന ആ സംഭവം ഹിന്ദിന്റെ മുന്നിൽ കാഴ്ചവെച്ച വക്ഷി എന്ന ഒരു അടിമ. സഹോദരങ്ങളെ, ഉഹദിന്റെ ചരിത്രം കേട്ട് നോക്കണം. എല്ലാ ചരിത്രങ്ങളും നമുക്ക് നമ്മുടെ കൈകൊണ്ടൊന്ന് ഞെക്കിയാൽ നമുക്ക് കിട്ടാത്ത ചരിത്രങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, ഇടക്കൊക്കെ നമ്മൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ പഠിക്കുന്നതിനപ്പുറം അള്ളാഹുവിന്റെ ആയാത്തുകളെ നമ്മൾ കാണാൻ ഇന്ന് നമുക്ക് സാധ്യമാണ്. ഓരോ ആയത്തുകളും ഓരോ ദൃഷ്ടാന്തങ്ങളും ഉഹദും ഹന്തക്കും എന്തൊക്കെയാണോ പരിശുദ്ധ മക്കയിലുള്ളത്, മദീനയിലുള്ളത്, ഈജിപ്തിലുള്ളത്, പേർഷ്യയിലുള്ളത് എല്ലാം ഇന്ന് നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് ഇടക്കൊക്കെ ആ റബ്ബിന്റെ ഇതെല്ലാം സത്യമല്ലേ എന്ന് മനസ്സിലാക്കാൻ ഇടക്കൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് കാണണം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് ഉഹദിൽ പോയാലല്ലേ നമ്മൾ അറിയുന്നവരൊക്കെ അവിടെ ചെന്നാൽ ആ ചരിത്രം നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. പ്രിയപ്പെട്ടവരെ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവി നഷ്ടപ്പെട്ട് വികൃതമാക്കപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാലങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇസ്ലാം സ്വീകരിച്ച വക്ഷിയുടെ മുഖത്ത് നോക്കാൻ പ്രവാചകന് കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടായി, പ്രയാസമായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഇടപെട്ടു. അല്ലാഹു പറയുന്നുണ്ടല്ലേ, പ്രവാചകരെ, സ്വന്തങ്ങളോട് അക്രമം ചെയ്തു പോയ താങ്കളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന തന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ. നമുക്കറിയാം, സുമറിൽ എത്രയോ വട്ടം ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എത്രയോ വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശക്ക് പാടില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകാൻ പാടില്ല. നിശ്ചയമായും പടച്ച റബ്ബ് എല്ലാം പൊറുക്കുന്നവനാണ്. ഒരു പക്ഷേ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ ഒരായത്ത് അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ എവിടെ ചെന്ന് പറയുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തു തന്നെ തെറ്റ് ചെയ്താലും നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരും. തീർച്ചയായിട്ടും നമ്മുടെ റബ്ബ് പാപങ്ങൾ പൊറുക്കുന്നവൻ തന്നെയാണ്. നിങ്ങൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും ഞാൻ പൊറുക്കുന്നവനാണ്. അവൻ ക്ഷമാശീലനാണ്. അവൻ ഒരുപാട് അവന്റെ സിഫത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോന്നും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ ക്ഷമയുള്ളവനാണ്, അവൻ ആദ്യമില്ലാത്തവനാണ്, അന്ത്യമില്ലാത്തവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അവൻ ധാരാളം നൽകുന്നവനാണ്, അവൻ ഉദാരനാണ്. അവൻ ഓരോ ആയത്തിനും ഓരോ അവന്റെ നാമങ്ങൾക്കും ഒരുപാട് മഹത്വങ്ങൾ സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലക്കുണ്ട്. അതൊന്നും നമുക്ക് ഈ ഭൂമിയിലുള്ള ഓരോ കാര്യത്തിനും പരലോകത്തുള്ളത് യഥേഷ്ടം നമുക്കത് പറയാൻ സാധിക്കും എന്നല്ലാതെ അതുപോലെയുള്ളത് എന്നൊന്നും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. അത് അല്ലാഹു നമുക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക് വേണ്ടി, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും വിഭാവന ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ കടക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മരണം എന്ന ഒരൊറ്റ നിമിഷം മതി. ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുന്നതോടുകൂടി വലിയ ഒരു ലോകമാണ്. ഈ കാണുന്ന ലോകമല്ല, ഈ കാണുന്ന കാഴ്ചയല്ല, ഈ കാണുന്ന ശബ്ദങ്ങളല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആകാശ ലോകങ്ങളിൽ ഇരിക്കുന്ന പടച്ച റബ്ബ് ഒരുപാടും കണ്ടിട്ടില്ലാത്ത, ഒരാൾക്കും കേൾക്കാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നതാണ്, നമ്മളെ ഖബറിലേക്ക് കടത്തുന്നതാണ്. ഒരുപാട് മലക്കുകൾ നമ്മെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടവരാണ്. മഹ്ശറയിൽ നിൽക്കേണ്ടവരാണ്, ഒരുപാട് കാലം നിൽക്കേണ്ടവരാണ്, പാപത്തിന്റെ തോതനുസരിച്ച് നിൽക്കേണ്ടവരാണ്. ഇടത് കൈയിലും വലത് കൈയിലും തരുന്നവരുണ്ട്. ഒരുപാട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ, അർശിന്റെ
അർഷിന്റെ തണലിട്ട് കൊടുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവര്, നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ, പരിശുദ്ധ ഖുർആനിന്റെ ഈ ഒരുമിച്ച് കൂടലിന്റെ പേരിൽ നാളെ റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ ഉന്നതമായ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അർഷിന്റെ ചുവട്ടില് നമുക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു തണലിട്ട് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം ദുആ തന്നെയാണ്. ദുആയേക്കാൾ വലിയ ഒരായുധവുമില്ല സഹോദരങ്ങളെ. മറ്റുള്ള ഇബാദത്തുകളിൽ നിന്നും ദുആക്ക് വ്യത്യാസമുണ്ട്. അവൻ നമ്മുടെ കലാകദർ പോലും മാറ്റിമറിക്കാൻ ദുആക്ക് കഴിയും. ഈ പ്രപഞ്ചത്തിന്റെ വിധികളും നിർണയങ്ങളും നടത്തുന്നത് അല്ലാഹു ആണ്. ആ റബ്ബിന്റെ മുമ്പിലുള്ള ആത്മാർത്ഥതയോടെയുള്ള തേട്ടം കലാകദർ പോലും തിരുത്തി കളയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും കൈവെടിയാതിരിക്കുക. നമ്മുടെ തേട്ടം നമ്മുടെ രക്ഷിതാവ് കേൾക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടം രക്ഷിതാവ് കേൾക്കും. സഹോദരങ്ങളെ, ദുആ ചെയ്യണമെങ്കിൽ ഒളു എടുത്ത് നമുക്ക് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പള്ളിയിൽ ഇരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ദുആ ചെയ്യാം. എന്തെങ്കിലും അപകടങ്ങൾ കാണുന്ന സമയത്ത് ദുആ ചെയ്യാം. വിഷമങ്ങളും സങ്കടങ്ങളും വരുന്ന സമയത്ത് ദുആ ചെയ്യാം. അള്ളാഹുവിനോട് നമ്മൾ ജോലിയിലായിരിക്കുമ്പോഴും നമ്മുടെ വേവലാതികൾ പറയാവുന്നതാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ പറയാവുന്നതാണ്, നമുക്ക് റബ്ബിനോടുള്ള ഇഷ്ടം പറയാവുന്നതാണ്. റബ്ബേ, നിന്നെ ഒന്ന് കണ്ടുമുട്ടണം റബ്ബേ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഏറ്റവും നല്ല മനസ്സോടെ, ഏറ്റവും നല്ല ഹൃദയത്തോടെ റബ്ബേ നിന്നെ കണ്ടുമുട്ടണം നാളെ പരലോകത്ത് എന്ന് നമുക്ക് പറയാവുന്നതാണ്. റബ്ബേ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറയാം. എല്ലാം അറിഞ്ഞിട്ടും ഒരുപാട് തെറ്റുകളിൽ ഇന്നും നമ്മൾ നമ്മുടെ ചിന്തയിലോ പ്രവർത്തനത്തിലോ വന്നു പോകുന്നുണ്ടെങ്കിൽ നാഥാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിന്നെ കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു അവസരം നീ ഞങ്ങൾക്ക് കൊണ്ട റബ്ബേ. ഞങ്ങളുടെ അയൽവാസികളെ നന്നാക്കി കൊണ്ട റബ്ബേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കി കൊണ്ട റബ്ബേ, ഞങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാര് നീ ഏറ്റവും നല്ല കൂട്ടുകാർ തന്ന നീ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ അറിയുന്നവൻ തന്നെയാണ്. അവന്റെ നാഡിയേക്കാൾ അവന്റെ നടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്നവനാണ്. അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് പുറത്തു തരുമെന്ന വിശ്വാസത്തിൽ തന്നെ നമ്മൾ ജീവിക്കാനും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അതിനായി നമ്മൾ നീക്കിവെക്കുക. ഓരോ സമയത്തും ഒരുപാട് സമയം നമുക്കുണ്ട്. നമ്മുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയാണ്. 30 ഉള്ളവർക്ക് 41 ആവുകയാണ്, 40 ഉള്ളവർക്ക് 41 ആവുകയാണ്, 55 ആവുകയാണ്, 60 ആവുകയാണ്. സമയം ഒരു വയസ്സൊരു മാനദണ്ഡമേ അല്ല. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും പുറത്തു പോയി എത്ര മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അവർക്കൊന്നും ഒരുപാട് വയസ്സിന്റെ കണക്കിലൊന്നല്ല ആരും മരിക്കുന്നത്. ഇന്ന് റമദാനിക്ക് നമുക്ക് ആരോഗ്യമുണ്ട്, ഇന്ന് നമുക്കതിനുള്ള സാഹചര്യങ്ങളുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മറ്റാരേക്കാളേറെ എന്ന് ഞാൻ ഒന്നും കൂടി മടിവരയിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റാരേക്കാളേറെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി ഈ ഭൂമിയിൽ നിന്ന് വിട പറയാനും ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. وعليكم السلام ورحمة الله وبركاته.